സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഗെയിമിൽ കുറച്ച് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്കൊന്ന് നോക്കാം. നമ്മൾ അത് ഗെയിം ഓപ്പൺ ചെയ്യാണ്. വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ കാര്യങ്ങളൊക്കെ പ്രളയവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. നമ്മൾ തുടങ്ങുകയാണ്. ഇന്ന് കുറച്ച് അധികം കാർഡും അതുപോലെ തന്നെ കോയിൻസുമാണ് കൊണാമി നമുക്ക് കൊണ്ടു തന്നിട്ടുള്ളത്. നമുക്ക് 8.86 MB ആണ് ഡാറ്റ സൈസ്. ഇത് പ്രോഗ്രസ് ആയി വരുന്നുണ്ട്. കൊണാമിക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ നമുക്ക് ഒഫീഷ്യലായിട്ട് കൊണാമി അറിയിച്ചിട്ടുണ്ട് കുറച്ച് പ്ലേയേഴ്സിനെയൊക്കെ കൊണ്ടുവരുന്നു എന്ന്. അതുപോലെ തന്നെ കുറച്ച് ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. നമ്മൾ ഗെയിമിലേക്ക് എൻ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എനിക്ക് ഇതിനു മുമ്പ് പറയാനുള്ളത്, നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇതുപോലെ നല്ല വീഡിയോസൊക്കെ നമുക്ക് കാണാൻ കഴിയും. സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇങ്ങനെ ഗെയിമിലേക്ക് എൻ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ കൊണാമി കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കൊന്ന് നേരിട്ട് തന്നെ നോക്കാം. ലോഗിങ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. 777 മില്യൺ ഡൗൺലോഡ് ക്യാമ്പയിൻ. അതാണ് ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ്സ്. അതുപോലെ തന്നെ റൊണാൾഡോൻ്റെ ഒരു കാർഡ് ഉണ്ട്, 102 ആണെന്ന് തോന്നുന്നത്. ബുള്ളറ്റ് ഹെഡർ എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ടൈം കാർഡാണ് കൊണ്ടുവന്നിട്ടുള്ളത്. 3 കാർഡുണ്ട്. പിന്നെ 777 എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അതിൽ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഗെയിമിലേക്ക് നമുക്ക് എൻ്റർ ആവാം. നമ്മുടെ അടുത്ത് 20 കോയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്താ ഒരു സെക്യൂരിറ്റി അലർട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഡെയിലി ഗെയിം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇത് എല്ലാവരും ലാപ്പൊക്കെ കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. ഞാൻ കുറച്ച് ബേക്കിലായിരുന്നു, 34 ആയിട്ടേ ഉള്ളൂ. നമുക്ക് നോക്കാൻ പറ്റുന്നത് ഇപ്പോൾ 777 മില്യൺ ഡൗൺലോഡ്സിൻ്റെ ഒരു ക്യാമ്പയിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ 777 എന്ന് പറഞ്ഞൊരു കാർഡിൻ്റെ ഇത് കാണിക്കുന്നുണ്ട്. അതൊരു പാക്കിലാണെന്ന് തോന്നുന്നു വന്നിട്ടുള്ളത്. കണ്ടൻറ്റ്. പിന്നെ കുറച്ച് പ്ലേയേഴ്സിനെ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. 10 പ്ലേയേഴ്സിനോട് ആഡ് ചെയ്തിട്ടുണ്ട് അവർ. പേഴ്സിനാണ് ആക്കിയത്. പെരസ് നല്ലൊരു കാർഡാണ്. പെരസ് ആവശ്യമുള്ളവരൊക്കെ എടുക്കുക. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാർഡാണ്. എഫക്റ്റീവ് +2 ഒക്കെ കാണിക്കുന്നുണ്ട്. അതും ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് കൊണാമി കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മാനേജർ കാർഡൊന്നും മാറിയിട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് ഇവിടെ ബുള്ളറ്റ് ഹെഡർ എന്ന് പറഞ്ഞൊരു ഒരു ഷോർട്ട് ടൈം കാർഡ് ഇവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ മുമ്പുള്ള ഒരു ഈ ഒരു പാക്ക് ഓൾറെഡി നമ്മൾ കഴിഞ്ഞു പോയതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഹാലൻഡൊക്കെ 101 എന്നോ ഉള്ളത് തന്നെയാണ്. ഇതും ആവശ്യമുള്ളവർക്ക് കറക്കുക. ഇതൊക്കെ പിന്നും ഉള്ളത് തന്നെയാണ്. ഇതിൽ പ്രത്യേകിച്ച് വന്നിട്ടില്ലാന്ന് തോന്നുന്നു. നമുക്ക് ഇൻബോക്സിൽ കുറച്ച് സാധനങ്ങൾ എടുക്കുന്നുണ്ട്. ഇൻബോക്സ് ഒന്ന് ക്ലിയർ ചെയ്തോളാം. ഇതിൽ ഫ്രീ ടൈം ഉണ്ടോ? ഒരു ഫ്രീ ട്രൈ ഉണ്ട്. നമുക്ക് നോക്കാം. അത് എനിക്ക് തോന്നുന്നു ബുള്ളറ്റ് അതല്ല. നമ്പർ 7 എന്നും പറഞ്ഞു ഞാൻ ഒരു കാർഡ് 3 കാർഡ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് കെവിൻ ഡെബ്രിയൂണും അതുപോലെ സണ്ണ്, പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ. 2 ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു പാക്ക് കൊണ്ടുവന്നില്ല. ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്പർ 7 ഉള്ള പ്ലേയേഴ്സിനാണ്
ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. സോ അത് നമുക്കൊരു ഫ്രീ സ്പിൻ ഉണ്ട്. നമുക്ക് വെറുതെ ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കാം. W1 കിട്ടിയാൽ നമുക്ക് നോക്കാമല്ലോ. സോ ആരായിരിക്കും? സണ്ണാണ് ഗൈസ്, സണ്ണാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാർഡാണെന്ന് തോന്നുന്നു. നമ്പർ 7 സൺ. സോ പിന്നെ നമുക്ക് നോക്കാനുള്ളത്, സോ പാക്കിൻ്റെ കാര്യങ്ങളിലൊന്നുമില്ല. പിന്നെ മെയിനായിട്ടുള്ളൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മിഷൻസ് കുറച്ച് കോയിൻസ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ അമ്മേ സീന്. വാ, കൊണാമി നമ്മൾ ചതിച്ചിട്ടില്ല ഗൈസ്. 30 കോയിൻ. സോ എൻ്റെ മോനെ 777 കോയിൻസ് അവർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മളിപ്പോൾ 30 കോയിന് ചെയ്തിട്ടുണ്ട് റിവാർഡ്. സോ ഗൈസ് ഇത് നോക്കണം, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഇതിനൊക്കെ നമുക്ക് അതുപോലെ തന്നെ ഗെയിം അല്ലാതെ ഡെയിലി ഗെയിം നമ്മൾ കളിക്കണം. അല്ലാതെ പിന്നെ നമുക്ക് ലോഗിൻ ബോണസായിട്ടും കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം, നമുക്ക് കോയിൻസ് ഉള്ള ഏതെങ്കിലും ഇത് വന്നിട്ടുണ്ടോ നോക്കാം. ഒരു കോയിൻ്റെ ചാലഞ്ച് വന്നിട്ടുണ്ട്, അൺലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ 777 ഒരു ഇവൻറ്റും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ അതിൽ കോയിൻസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമുക്ക് എയുമായിട്ടുള്ള ഗെയിമിൽ സോ അതിൽ 2 ഇവൻറ്റ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്, 3 ഇവൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് നേരത്തെ കണ്ട ആ ഒരു പ്ലേസിനെ കറക്കാനുള്ളതാണ് കേട്ടോ. എന്താ ഈ എൻകോഡ് സ്റ്റാർസ് ഓഗസ്റ്റ് 1 to 24 എന്ന് കാണിക്കുന്നുണ്ട്. സോ ഇത് കളിച്ചാൽ നമുക്ക് ഈ കോയിൻസും കാര്യങ്ങളും അതുപോലെ തന്നെ 2 7 കാർഡുകൾക്ക് വന്നിട്ടുണ്ടല്ലോ. നമുക്ക് ഇപ്പോൾ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്, സണ്ണിനാണ് നമ്മൾ കിട്ടിയത്. അതുപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ട്, പിന്നെ W1 ഉണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊക്കെ കളിച്ച് നമുക്ക് കോയിൻ ക്ലെയിം ചെയ്യാൻ പറ്റും കേട്ടോ. എല്ലാവരും ഇതൊക്കെ കളിച്ച് കോയിൻ ക്ലെയിം ചെയ്യുക. സോ ഇന്ന് നിങ്ങൾക്ക് ആ 7 കാർഡിൽ വന്നത് ആരാണ് കിട്ടിയതെന്ന് കമൻ്റായിട്ട് നിങ്ങൾ അറിയിക്കുക. സോ ഇതിലും മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് കോയിനാണ് ഏറ്റവും അധികം അവർ തന്നിട്ടുള്ളത്. സോ സണ്ണാണ് നമുക്ക് തന്നിട്ടുള്ളത്. സണ്ണിനെ ട്രെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ അതിനുവേണ്ടി എല്ലാവരും നിങ്ങൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ പിന്നെ പാക്കിലും കാര്യങ്ങളിലും വേറെ ഒന്നുമില്ല. പാക്കിൽ ഇതാണ് പെരസിനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ ബെർണാണ്ടോ സിൽവ, റോബർട്ട്സണ്, കുൽവസ്കി, അതുപോലെ തന്നെ കുറച്ച് പ്ലേയേഴ്സൊക്കെ ഉണ്ട്. റോഡ്രിഗോ ഉണ്ട് 95. അന്ന് 10 പ്ലേയേഴ്സാണ്. പെരസിനെ കൂടാതെ 10 പ്ലേയേഴ്സിനാണ് ഇവരിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ എല്ലാവരും കോയിനൊക്കെ ഉണ്ടാക്കി 777 എല്ലാ പാക്ക് വാങ്ങാനാണോ നോക്കുന്നത് ചോദിച്ചാൽ നിങ്ങൾ കോയിന് വെക്കുന്നതിനൊന്നുമില്ല. സോ അത് വാങ്ങുന്നതിന് കുഴപ്പമില്ല, നല്ല അത്യാവശ്യം നല്ലൊരു കാർഡാണ്. അതുപോലെ തന്നെ പിന്നെ ബുള്ളറ്റ് ഹെഡർ എന്ന് പറഞ്ഞാൽ ഇതിന് മാക്സിമം എല്ലാവരും എന്താ പറയുക സ്പിൻ ചെയ്ത് നോക്കുക. 150 പ്ലേയേഴ്സൊക്കെ ഉണ്ട്. സോ അതിന് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് മെയിനായിട്ട്. ഫോക്സ് ഇൻ ദ ബോക്സ് എന്ന് പ്ലെയേഴ്സിൻ്റെ സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. മെയിൻ ഹൈലൈറ്റ് അതാണ്. കൊണാമി ഒരു സസ്പെൻസ് തന്നെയാണ് നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അത് നമുക്കൊരു സർപ്രൈസായി. സോ പിന്നെ അല്ലാതെ ഒന്നുമില്ല. ഷോപ്പിൽ വന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫുട്ബോൾ പോയിൻ്റ് നോക്കുകയാണെങ്കിൽ പ്ലേയേഴ്സിനെ മാറ്റിയിട്ടൊന്നുമില്ല. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് മാത്രമേ ഉള്ളായിരുന്നു. സോ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.